Hello, all my beautiful souls. Welcome back to my channel, and I'm so happy and excited to be here with another tarot reading. I hope all my friends are safe and doing awesome today. ഒരുപാട് ആൾക്കാർ ടാരോട്ട് റീഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണെന്ന് അറിയായിരുന്നു. ഒരുപാട് ആൾക്കാർ ടാരോട്ട് വായിക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇന്ന് ഞാൻ ടാരോട്ട് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ദിസ് ഈസ് അബൌട്ട് ദിയർ സീക്രട്ട് ഫീലിങ്സ് ഫോർ യു. അവരുടെ സീക്രട്ട് ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് സീക്രട്ട് ആയിട്ട് എന്താണ് നിങ്ങളടുത്ത് തോന്നുന്നത്, എന്താണ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഞാനിവിടെ 3 സ്റ്റോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്ലാക്ക്, ബ്ലൂ ആൻഡ് വൈറ്റ്. സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിനെ, അത് നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, മേ ബി നിങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഓർ നിങ്ങളുടെ എക്സ്, ഹൂ എവർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ മനസ്സിൽ വിചാരിക്കാം. ദെൻ സെലക്ട് 1 സ്റ്റോൺ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് കളർ സ്റ്റോൺ. സോ ഈ ബ്ലാക്ക് കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ സീക്രട്ട് ഫീലിങ്സ്, നിങ്ങളടുത്തുള്ള സീക്രട്ട് ഫീലിങ്സ്, നിങ്ങളടുത്ത് സീക്രട്ടായിട്ട് അവർക്ക് എന്താണ് പറയേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ഓക്കെ, വാട്ട് ഈസ് ദെയർ സീക്രട്ട് ഫീലിങ്സ് ഫോർ യു? What's their secret feelings for you? Secret feelings. Okay. So 3 cards നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വന്ന് വീണിട്ടുണ്ട്. യുവർ പേഴ്സൺ സീക്രട്ട് ഫീലിംഗ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ എക്സ് ആയിരിക്കാം. സോ ഓർ ചിലപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഉള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഡെഫിനറ്റ്ലി ബ്രേക്കപ്പ്. സോ ഡെഫിനറ്റ്ലി ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. അവർക്ക് സീക്രട്ട് ആയിട്ട് നിങ്ങളടുത്ത് പറയാണ്ടിരിക്കുന്നത് ആ ഒരു വിഷമമാണ്. ഓക്കെ, നിങ്ങളായിട്ട് ഇപ്പം സംസാരിക്കുന്നൊന്നും എന്നുണ്ടെങ്കിൽ, നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, അവരുടെ ആ ഒരു പെയിൻ, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്തതിനുള്ള ആ ഒരു പെയിൻ, അവർക്ക് ആ ഒരു വേദന അവരുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പെയിൻ, ആ ഒരു വിഷമം നിങ്ങളടുത്ത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളടുത്ത് ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതൊരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ്, ഒരു ഈവൻ നിങ്ങൾ ഒരു കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇത്. ചിലപ്പോൾ ഇതൊരു ഇമ്മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇത്. ഓക്കെ, സോ ഈവൻ അവർക്ക് ഒത്തിരി സ്നേഹമുണ്ട്, ദേ വോണ്ട് ടു ഓഫർ ലവ് ഫോർ യു. നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുന്നത്, മേ ബി നിങ്ങളിപ്പം സംസാരിക്കുന്നൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോൺവെർസേഷൻ നിങ്ങൾ വിളിക്കുന്നൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു പെയിൻ അവർക്കുണ്ട്. ഈവൻ നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ഹേർട്ട് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക, അല്ലേ? ഒത്തിരി വിഷമം ഉണ്ടാവും നിങ്ങൾ സംസാരിക്കുമ്പോഴായാലും. ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണ്. മേ ബി നിങ്ങൾക്ക് വേറെ ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് വേറൊരു പാർട്ട്ണർ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഒരു എക്സ്ട്രാ ഒരാളും കൂടെ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. മേ ബി ദേ ആർ ഓൾറെഡി ഇൻ എ റിലേഷൻഷിപ്പ്, ഓർ ദേ ആർ ഓൾറെഡി മാരീഡ് വിത്ത് സംബഡി എൽസ്, ഓർ ദേ ഓൾറെഡി ഹാവ് അനദർ റിലേഷൻഷിപ്പ് വിത്ത് അനദർ പേഴ്സൺ. ഓർ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു പേടി ഉണ്ടാവും. മേ ബി എന്താ പറയുക, നിങ്ങൾ വേറെ ഇപ്പം ചിലപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പേടി ഉണ്ടാവും. മേ ബി നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുമെന്നൊക്കെ ഒരു വിഷമം അവർക്ക് ഉണ്ടാവും. ആ ഒരു പേടി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അവർ രാത്രിയൊക്കെ അവർ എക്സ്പെഷ്യലി അവർക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. അവർ ഓവറായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിച്ചിട്ട്. സോ പക്ഷേ അവർക്ക് ദേ ഹാവ് ലവ് ഫോർ യു, ബട്ട് they don't know how to express it. ഓക്കെ, അവർക്ക് ചിലപ്പോൾ നിങ്ങൾ നോർമലി ആൾക്കാരെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അവരുടെ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുക. അവർ കുറച്ച് ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, സോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ കാരണം മേ ബി നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തത് ഇയാളുടെ ഒരു ഇമ്മെച്യൂരിറ്റി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ് ഇല്ലായ്മ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, കാരണം ഇവർ ചെയ്യുന്നതൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവർ ഓവറായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, അവർക്ക് ഒത്തിരി വിഷമമുണ്ട്. മേ ബി നിങ്ങൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് അവർ പോകുന്നത്. അവർക്ക് ആ ഒരു പെയിൻ, ആ ഒരു വിഷമം, ആ ഒരു സ്നേഹമൊന്നും നിങ്ങളടുത്ത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ദേ ആർ മിസ്സിങ് യു സോ മച്ച്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ട്.
മേ ബി നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ വേറെ റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ദേ ആർ വറിയിങ് നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലാവുമോ അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചിട്ട് അവർക്ക് ഒത്തിരി വിഷമമുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ റിയൽ പെയിൻ. ഓക്കെ, ഇറ്റ്സ് എ റിയൽ പെയിൻ. അവർക്ക് ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ടാണ് അത്ര ആ ഒരു വിഷമം വരുന്നത്. ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ്. അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സോ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈവൻ അവർക്ക് സ്നേഹമുണ്ട്, അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അവർ നോർമലി നമ്മൾ ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്ന പോലെയല്ല അവരുടെ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുക. ദേ എക്സ്പ്രസ് ഇൻ എ ഡിഫറെൻറ്റ് വേ, അല്ലേ? അവർ ചിലപ്പോൾ കുറച്ച് കുട്ടികളെയൊക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ സ്നേഹമൊക്കെ നിങ്ങളിപ്പോൾ ഒരുമിച്ചുള്ള സമയത്ത് പോലും അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ദേ ഹാവ് വെരി പക്ഷെ അവർക്ക് ഒരു സീരിയസ് ലവ് നിങ്ങളെടുത്തുണ്ട്, സീരിയസ് ഫീലിങ്സ് നിങ്ങളെടുത്തുണ്ട്, ഒത്തിരി പെയിൻ ഉണ്ട്, നിങ്ങളെടുത്ത് സംസാരിക്കണം. അതൊക്കെയാണ് അവർ ഹൈഡ് ചെയ്യുന്നത്. ആ ഒരു സ്നേഹം അവർക്ക് ഉണ്ട്, പക്ഷെ അത് സീക്രട്ട് ആയിട്ടല്ല. ആൻഡ് ദേ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ടു യു. ഓക്കെ, പക്ഷേ ഇപ്പം അവർ ഹൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെയിൻ, അല്ല അവർക്ക് എങ്ങനെ നിങ്ങളടുത്ത് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ആ ഒരു പെയിൻ, ആ ഒരു വിഷമം, ചിലപ്പോൾ അവർക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അവർക്ക് ഒത്തിരി പെയിൻ ഉണ്ട്, വിഷമമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ, ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളടുത്ത് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമമൊക്കെ ഉണ്ട്. ഈവൻ അവർ നിങ്ങളടുത്ത് അത് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് വിഷമമുണ്ട്. ആ ഒരു വിഷമമൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു വേദനയൊക്കെയാണ്, ആ പേടിയൊക്കെയാണ്, നിങ്ങളെ നഷ്ടപ്പെടുക എന്നുള്ള ഒരു പേടിയൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. സോ അതാണ് ബ്ലാക്ക് സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ, നിങ്ങളുടെ ആളുടെ കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലൂ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ, അവർക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത് സീക്രട്ട് ആയിട്ട് പറയാനുള്ളത്? ബ്ലൂ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ, വാട്ട് ഡു ദേ സീക്രട്ട്ലി വാണ്ട് ടു ടെൽ യു? ബ്ലൂ സ്റ്റോൺ എടുത്ത ആൾക്കാർ, വാട്ട് ഡു ദേ സീക്രട്ട്ലി വാണ്ട് ടു ടെൽ യു ഗൈസ്? Their secret feelings for you. This is I really love this. Okay, so they want to spend time with you. Okay, they are admiring you, they're admiring your beauty, they're admiring who you are. നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് അവർ, നിങ്ങൾ എങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അത് അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ ഒത്തിരി അഡ്മയർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബ്യൂട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ, ഇത് നിങ്ങളുടെ ഫിസിക്കൽ മാത്രമല്ല. ഓക്കെ, നിങ്ങൾ എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് നിൽക്കുന്ന രീതി, നിങ്ങൾ അവിടുത്തെ ചിലപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ചില ജസ്റ്റേഴ്സൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. സോ അവരതൊക്കെ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് അഡ്മിറേഷൻ ഓൺ യു, അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു കൈൻഡ് ഓഫ് ട്രാപ്പ് പോലെയാണ്, അതൊരു അഡിക്ഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സ്നേഹം വാത്സല്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫീലിങ്സ് ഒക്കെയാണ് അവർക്ക് ഇപ്പം നിങ്ങളുടെ അടുത്തുള്ളത്. സോ ഇതൊന്നും അവർ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് ദേ ആർ ഹൈഡിങ് ഇറ്റ്, ഓർ ദെയർ സിറ്റുവേഷൻ ഇസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ദേ കാൺ എക്സ്പ്രസ് ദിസ് ടു യു. ആ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ടൈം ആയിരിക്കില്ല ഇത് അവർക്ക്. പക്ഷെ അവർക്ക് ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളുടെ അടുത്ത്. സ്നേഹത്തിനും കാട്ടി കൂടുതൽ നമ്മളൊരു ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളിങ്ങനെ ഭയങ്കര അഡ്മയർ ചെയ്ത് നോക്കുമല്ലോ, അതുപോലെയാണ് അവർക്ക് നിങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുപോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ സമയമല്ല അത്, പക്ഷെ അതാണ് അവർക്കൊരു സീക്രട്ടായിട്ട് നിങ്ങളുടെ അടുത്ത് തോന്നുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. സീക്രട്ടായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സൗന്ദര്യം, നിങ്ങൾ എങ്ങനെയാണോ ഇപ്പം സൗന്ദര്യം ഫിസിക്കലിൽ മാത്രമല്ല കേട്ടോ. സോ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിലുള്ളതായിരിക്കും, നിങ്ങളുടെ കുറച്ച് ജെസ്റ്റേഴ്സ്, നിങ്ങൾ അവരെ കൂടെ ഉണ്ടാകുമ്പം നിങ്ങളുടെ ബിഹേവ് ചെയ്യുന്ന രീതിയൊക്കെ, അതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതൊക്കെ സീക്രട്ടായിട്ട് അവർ ചിലപ്പം അതൊക്കെ ചിലപ്പോൾ അവർ സീക്രട്ടായിട്ട് നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ പോലും, ഈവൻ അതൊന്നും എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ഇഷ്ടത്തിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഒത്തിരി കെയർ ചെയ്യുന്ന കൈൻഡ് ഓഫ് ലവ് ഉണ്ടാവില്ല. ഭയങ്കര കെയറിങ് ആയിരിക്കും, ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ആളായിരിക്കും അത്. പക്ഷെ ഇതൊക്കെ അവർക്ക് ചിലപ്പോൾ നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ അതൊന്നും ഇപ്പം എന്താ പറയുക,
സോ മേ ബി അതൊക്കെ അവരുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ അടുത്ത്, പക്ഷെ അത് അവരൊരു സീക്രട്ട് ആയിട്ട് വെക്കുകയാണ്. കാരണം മേ ബി ഇത് ഒരു റൈറ്റ് ടൈം ആയിരിക്കില്ല, നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ സമയമായിരിക്കില്ല. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മേ ബി സംസാരിച്ച് വഷളായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് അവരിപ്പോൾ അത് സീക്രട്ട് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, അതാണ് അവർ അവരുടെ സീക്രട്ട് ഫീലിങ്സ് നിങ്ങളടുത്ത് പറയാണ്ട് വെച്ചിരിക്കുന്ന ഫീലിങ്സ്. അതാണ് അവർക്ക് നിങ്ങളെ അടുത്ത് വരണം, നിങ്ങളെ ടച്ച് ചെയ്യണം എന്നൊക്കെ അവർക്ക് നിങ്ങളെ അടുത്ത് വരണം, അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് വേണം, അല്ലെങ്കിൽ നിങ്ങളെ അടുത്തിരിക്കണം എന്നൊക്കെ അവർക്ക് ഉണ്ട്. നിങ്ങളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. നിങ്ങളെ ഭയങ്കര കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇത്. സോ നിങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് നിങ്ങൾ ഒത്തിരി കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ ആ ഒരു ഫീലിങ്സ് ഒക്കെയാണ് ഇപ്പോൾ അവർ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അവരെ അടുത്തിരിക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന രീതിയൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. സോ അതൊക്കെ അവർ സീക്രട്ട് ആയിട്ട് ചിലപ്പം വിഷ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച പോലെ അവരെ വേറെ ആരും അങ്ങനെ ഒരു സ്നേഹം അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം. ആ ഒരു കെയറിങ്ങും ആ ഒരു ലവ് ഒക്കെ അവർ സീക്രട്ട് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം മേ ബി നിങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിലൊരു സംസാരമൊന്നും ഉണ്ടാവില്ല. കാരണം സംസാരിച്ച് വഷളാക്കിയ ഒരു സിറ്റുവേഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മിണ്ടാതിരിക്കുന്നുണ്ടാവും, നിങ്ങൾ മിണ്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കുന്നുണ്ടാവും. സോ അതൊക്കെ കൊണ്ടാണ് അവരിപ്പോൾ അതൊരു സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷെ അവർക്ക് ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് ഫീലിങ്സ്, ഒരു മൊമെന്റ്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യണം. സോ ഇപ്പം അതെല്ലാം അവർ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ്. സോ അതാണ് ബ്ലൂ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ. ഇനി നമുക്ക് നമ്മളുടെ വൈറ്റ് സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ സീക്രട്ട് ഫീലിങ്സ് എന്താണ് അവർക്ക് സീക്രട്ട് ആയിട്ട് പറയേണ്ടത് നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ സീക്രട്ട് യു വാണ്ട് ടു ടെൽ യു? സീക്രട്ട് ഫീലിങ്സ്. What do they secretly want to tell you? So definitely they have a lot of secret. No, this is not a secret. Maybe ഇത് നിങ്ങളടുത്ത് അവരെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം. So they want to marry you, they want to propose you, they want to have family with you. അതാണ് അവരുടെ ഒരു ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, സോ ദേ ഹാവ് ലോട്ട് ഓഫ് ഇമോഷൻ, ദേ വോണ്ട് ടു പ്രപ്പോസ് യു. സോ അവർക്ക് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. മേ ബി നിങ്ങൾ ഓൾറെഡി എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ കേസ് നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്നൊരു ഡിസിഷൻ എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചിട്ടൊരു ഫാമിലി ഒക്കെ ആവാൻ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ. സോ അവർക്ക് സീക്രട്ട് ആയിട്ട് നിങ്ങളടുത്ത് പറയേണ്ടത് they want to propose you. ഇപ്പോൾ നിങ്ങൾ they really want to propose you, they want to marry you. ആ ഒരു ഫാമിലി, ആ ഒരു ഹാപ്പി ഫാമിലി, അതായത് നിങ്ങൾ കൂടെയുള്ള ഒരു ഫാമിലിയാണ് അവരുടെ ഒരു സീക്രട്ട് ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു സീക്രട്ട് വിഷ് എന്നൊക്കെ പറയുന്നത്. ഫാമിലി മേ ബി ചിലപ്പം ഇവർ പെറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, മേ ബി അവർക്കൊരു പപ്പി ഓർ ക്യാറ്റ് അല്ലെങ്കിൽ ഡോഗ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ഇത് ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒത്തിരി സീക്രട്ട് ഫീലിങ്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി അവർ നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. ആ ഒരു ഫാമിലി, അതായത് നിങ്ങൾ കൂടെ ഉള്ളതാണ് അവർക്കൊരു കംപ്ലീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലി. സോ ഒത്തിരി സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഡെഫിനറ്റ്ലി ഈ വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടു പ്രപ്പോസ് യു, ടു മാരി യു, ഓർ മേ ബി നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പുള്ള ആൾക്കാരായിരിക്കാം. സോ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ്, അങ്ങനത്തെ ഒരു സെപ്പറേഷനോ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നില്ല. ഈവൻ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് നിങ്ങളെടുത്തുണ്ട്. നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനൊന്നും ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, ഫാമിലി ആയിട്ട്. ഓക്കെ, അതാണ് അവരുടെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലി.
സോ അവർക്ക് ആ ഒരു സീക്രട്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരു ലൈഫാണ് അവർ സീക്രട്ടായിട്ട് വിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു സീക്രട്ടായിട്ട് വെക്കുന്നത്. ഇതൊത്തിരി സീക്രട്ട് അല്ല, മേ ബി അവർ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ലവ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതല്ല എന്നുണ്ടെങ്കിൽ ലവ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, പക്ഷെ ഒരു ക്രഷ് മാത്രമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് നിങ്ങളടുത്ത് സ്നേഹം ഉണ്ടോയെന്നൊന്നും അറിയില്ലെങ്കിൽ പോലും അവർ സീക്രട്ടായിട്ട് വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു വിവാഹത്തിലേക്കുള്ള ഒരു പ്രപ്പോസലിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവും. മേ ബി നിങ്ങൾ ഓൾറെഡി എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ആൾക്കാരും ഈ വ്യക്തിനെ തന്നെയായിരിക്കും നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടാവുക. കാരണം ഈ ദിസ് പേഴ്സൺ ഹാസ് ലോട്ട് ഓഫ് ലവ് ഫോർ യു, ലോട്ട് ഓഫ് ഇമോഷൻ ഫോർ യു, ആൻഡ് ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര സ്നേഹിക്കുന്ന ആൾക്കാരാണ്. സോ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല, ഒരു തടസ്സം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് ആയിരിക്കാം. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടാകുമ്പം ആ ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റ് അവർക്ക് ഫീൽ ചെയ്യും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പം ഹൈഡ് ചെയ്യുന്നത്. പക്ഷെ അവരിങ്ങനെ ഹൈഡ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മേ ബി അവർ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതൊക്കെ അല്ലേ. അവർക്ക് കാരണം അവർ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരാണ്. ദേ ഡോണ്ട് ഹൈഡ് എനിത്തിങ്. ഓക്കെ, സ്നേഹമുള്ളതൊക്കെ ഉള്ള പോലെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ യൂഷ്വലി ദേ ഡോണ്ട് ഹൈഡ് എനിത്തിങ്. ബട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിരിക്കും. സോ സീക്രട്ടായിട്ട് ഇതൊക്കെയാണ് അവർക്ക് നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ക്രഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ ഒരു ഇഷ്ടമൊന്നും അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, സോ they have a secret feeling to propose you. They have a secret feeling for you to propose you. Okay, നിങ്ങൾ ക്രഷൊക്കെ ആണെങ്കിൽ, നിങ്ങൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു ഫാമിലിയൊക്കെ ആവാനൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെയാണ് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് സീക്രട്ടായിട്ട് വെക്കുന്നത്. അതാണ് നമ്മളുടെ വൈറ്റ് സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. സോ ഫ്രണ്ട്സ്, റീഡിങ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും അറിയിക്കാം. സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.